ഹായ് ഹോൾ വെൽക്കം ബാക്ക്. അപ്പോൾ മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ട് മന്തി ഒഴിവാക്കിയവർക്ക് ഇതാ ഒരു നല്ലൊരു റെസിപ്പി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു നല്ലൊരു സ്റ്റൈലിൽ ഒരു മന്തി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കന് എടുത്തിട്ടുണ്ട്. അപ്പോൾ മന്തിൻ്റെ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വാങ്ങുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് മസാല ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഒന്ന് ജസ്റ്റ് കുത്തിയിട്ട് കൊടുക്കാം. നല്ലോണം കഴിയുന്നത് പോലെ ഒന്ന് ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഉപ്പ് ധാരാളം ഇട്ട് കൊടുത്താൽ ഉപ്പ് അധികമായി പോവും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി 2 ചിക്കൻ സ്റ്റോക്കും കൂടി അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നിറയെ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ കോൺസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. ചിക്കനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സൈസിലുള്ള ഉള്ളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു 2 തക്കാളി, 2 അല്ലി വെളുത്തുള്ളി ഇവയും കൂടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതും കൂടി നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല റൈസിനും മസാലക്കൊക്കെ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നല്ലോണം ഒന്നും കൂടി എല്ലാം മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മുടെ റൈസിനൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ കുറച്ച് സമയം അധികം സമയം തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ മന്തി മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുണ്ട്. ഒരു 2 വലിയ ഉള്ളി, ഒരു ക്യാപ്സിക്കം ഇവയൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ ഇവിടെ ഒന്ന് കുക്കറിൽ വേവിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഫുള്ള് വേവിക്കരുത്, ഒരു ഹാഫ് വേവ് ആക്കി വെക്കുന്നുണ്ട്. ഒന്ന് വേഗത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചാലും മതി. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഒന്ന് ഇട്ടിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വഴറ്റി പാടന്നെ നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ചിക്കന് അതിന് മുകളിലേക്കായിട്ട് നിരത്തിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഹാഫ് കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ പകരം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി മൊത്തത്തിൽ നിരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഗ്രേവി ഉണ്ടാവും കുക്കറിൽ. അപ്പോൾ അതും കൂടി അതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ജസ്റ്റ് ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഊറ്റിയെടുത്താൽ മതി.
ഇനി നമ്മൾ നേരത്തെ ചിക്കൻ മാറ്റി വെച്ച ഗ്രേവിയിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ദം ചെയ്താൽ വേണ്ടിയിട്ട് വെക്കണം. അതിന് മുകളിലേക്കായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിട്ട് കൊടുത്തിട്ട് മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ദം ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി ചട്നിയും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.